മരം കുറത്തികളാണ്. ഇനിയുള്ള മക്കളൊന്നും ഇത് പഠിക്കൂല. നിങ്ങൾ എത്രയോ പൈസ കൈകാര്യങ്ങൾ ചെയ്ത കയ്യാണല്ലോ. നിങ്ങൾ എടുക്കുന്ന ജോലി ചെറുതാ, ഭാരം തത്തമ്മ ഇല്ല. നിങ്ങൾ എടുത്തിട്ട് തത്തനും തരാന് ശരിയാവോ? ഓ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഒരു വരാണിത്, വരം അല്ലേ? ഒരു പാത്തുണി വീട് തന്ന വരാം. പണ്ട് കേട്ടില്ല ഞങ്ങള്. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലുള്ളത്. കഴിഞ്ഞൊരു വീഡിയോയും ബീച്ചും അതുപോലെ കോഴിക്കോടിനെ സംബന്ധിച്ചും ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബീച്ചിലുള്ളത് ഈ നാട്ടുമ്പുറങ്ങൾ അതുപോലെ ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ കൈനോട്ടക്കാർ സുലഭമായി കാണാൻ കഴിയും. ഈ കുറത്തികൾ എന്ന് പറയുന്ന വിഭാഗം ഇവർ ഈ കൃത്യമായ രീതിയിൽ ഈ രേഖകൾ നോക്കിയിട്ട് സംസാരിക്കുന്നതാണ്. അതാ രേഖകളും അതിന് പ്രത്യേകതയും കാര്യമൊക്കെ ഉള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ല ഞാൻ പറയുന്നത്. ഈ നാട്ടുമ്പുറങ്ങളിൽ സുലഭമായി കാണുന്ന കൈനോട്ടക്കാർ ഇവർ കൃത്യമായി കാര്യങ്ങൾ പറയണോ? അതല്ല ഈ ജനങ്ങളിൽ പൊതുവെ എല്ലാവർക്കും ഒരുപോലെ ഉള്ള ധാരാളം കാര്യങ്ങളുണ്ട്, സന്തോഷമായാലും ദുഃഖമായാലൊക്കെ. ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇവർ എല്ലാവരോടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ചില വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ പാടില്ല എന്നും അത് വിശ്വസിക്കരുത് എന്നൊക്കെ ഞാനൊക്കെ അത് മനസ്സിലാക്കിയെടുത്തത്. ഏതായിരുന്നാലും ഈ വീഡിയോ ഇവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ ചെയ്യുന്ന തന്നെയാണ്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്കും ഒരു പക്ഷെ അങ്ങനെ തോന്നിപ്പോകും. ഏതായിരുന്നാലും ഈ വീഡിയോ കാണാം. ഇത് ബുദ്ധിയാ, ആയുസൊക്കെ തോനുണ്ട്. നിങ്ങൾക്ക് ഏത് നാട്ടിൽ പോയാലും പൈസ വേണ്ട, 10 വാക്ക് കൊണ്ട് വിജയിച്ച് വരുന്നത്. ഏത് സഭയിൽ പോയാലേ പൈസ കൊടുക്കുന്നിടത്ത് വാക്ക് കൊണ്ട് വിജയിച്ച് വരുമെന്ന്, വാക്ക് കൊണ്ട് കൈകാര്യങ്ങൾ നടത്തി വരും. പണത്തിൻ്റെ മുന്നിൽ അടിമല്ല, സ്നേഹം വിലപിച്ച ആളാണ്. പൈസേൻ്റെ മുന്നിൽ അടിമല്ല, സ്നേഹത്തിനാണ് വിലയാണ്. സ്നേഹത്തിന് ആരാധിക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ എന്താ, നിങ്ങളെല്ലാ പാഠം പഠിച്ച് ഇനി ഒരു പാഠം പഠിക്കാനില്ല. എല്ലാ പാഠം പഠിച്ച് കുട്ടിയില്ല. നിങ്ങളുമ്മ പ്രസവിച്ച് വാപ്പാക്ക് മോനായി, എൻ്റെ വീട്ടിലേക്ക് ഞാൻ കഷ്ടപ്പെട്ടവനായില്ലേ എന്നുള്ള വിചാരം നിങ്ങളെ മനസ്സിലുണ്ട്. ഞാൻ പരാജയപ്പെട്ടില്ലെന്നേ ആണ് നിങ്ങളെ മനസ്സിൽ. പരാജയപ്പെടുമോ എന്നാണ് നിങ്ങളെ മനസ്സിൽ. നിങ്ങൾ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, വിജയിച്ചിട്ടേ ഉള്ളൂ. ചെറുപ്പം മുതൽ വെച്ച നാട് വീടുകൾ കാണാത്ത സ്ഥലം, അന്യനാടുകൾ യാത്രകളൊക്കെ ബന്ധപ്പെട്ട ആളാണ്. നാട്ടിൽ നിങ്ങളെ കാണൂല. അപ്പോൾ നിങ്ങളെ നാട്ടിൽ കാണൂല, വീട്ടിൽ കാണൂല. വീട്ടിൽ പരക്കാൻ പാച്ചല, വീട്ടിൽ നിന്നും നിലനിൽപ്പില്ല. നിങ്ങൾക്ക് നാടും വീടും മുറ്റ ചോറാണല്ലോ യാത്രകൾ. ഇപ്പോൾ യാത്ര നിങ്ങൾക്ക് നാട്ടിൽ ചോറാ കൂടുതൽ, വീട്ടിൽ ചോറ് നേരത്തിനില്ല സമയത്തിനുമില്ല. പുറത്തിറങ്ങിയ ജനങ്ങളെ സഹായമുണ്ട്, കുടുംബ സഹായം ഇല്ല, കിടക്കുന്നുണ്ട്. ഉമ്മ വാപ്പ പെങ്ങന്മാർ ഏട്ടന്യന്മാരായി സുഹൃത്തേണ്ട ഭാഗ്യങ്ങളൊക്കെ കുറവാണ് നിങ്ങൾക്ക്. വാപ്പച്ച് കൊണ്ടുനടക്കണ കൈകാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ എല്ലാ ഭാരങ്ങളും കൊണ്ടുനടക്കേണ്ട ആളാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങളെ വാപ്പച്ചിൻ്റെ കുടുംബം പേര് കെട്ട കുടുംബം, അറിഞ്ഞ ആളുണ്ട്, നിറഞ്ഞ മുതലുണ്ട്. 2.5 വണ്ടിക്ക് കുടുംബമുണ്ട്. പട്ടായി പറയാനുണ്ട്, സഹായിക്കേണ്ടവരില്ല. പേരിനെല്ലാവരും ഉണ്ട്. ഉമ്മാൻ്റെ വീട്ടുകാർ ഗുണമില്ല ദോഷമില്ല. സ്നേഹത്തിന് ജാതി മതമൊന്നുമില്ല, ജാതി മതമൊന്നുമില്ല. പിന്നെന്താ ഈ കിടക്കുന്ന രേഖ വരവും പോക്കും കണ്ട ഭയങ്കര ഡീസൻ്റ് എണ്ണ ആളാങ്ങൾ. ഈ കിടക്ക രേഖ നിങ്ങൾക്ക് നല്ല നിസ്കാരം എടുക്കണം, പടച്ചവനൊക്കെ വന്നിക്കണം. നിങ്ങൾ വിളിച്ചാൽ വിളിക്കണം, പടച്ചവൻ നിങ്ങളുടെ എത്തുണ്ട്. പടച്ച സഹായിയുണ്ട്, ധർമ്മങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഉമ്മ വാപ്പയില്ലാത്ത മക്കൾക്ക്, വ്യക്തിമായ മക്കൾക്ക് അരി കൊടുത്ത് ദാനം ധർമ്മം ചെയ്യാനും പൊന്നൊടുത്ത് കെട്ടിക്കാനും വിധിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. സ്വർണ്ണം പൈസയൊക്കെ കൊടുക്കും നിങ്ങൾ വ്യക്തിമായ മക്കൾക്ക്. കണ്ട് പരം നിങ്ങൾ രേഖയിലുണ്ട്. ഇതിൽ കിടക്ക രേഖ അധ്വാനിച്ച പൈസ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ എത്രയോ പൈസ കൈകാര്യങ്ങൾ ചെയ്ത കയ്യാണല്ലോ. നിങ്ങൾ എടുക്കുന്ന ജോലി ചെറുതാ, ഭാരം കൂടുതലാണ്. മരിക്കേണ്ട കഷ്ടം ഒന്നല്ല, 3 പ്രാവശ്യം കഴിഞ്ഞു പടച്ചോൻ കാത്തു. വലിയൊരു അകപടം കഴിഞ്ഞു പോയി, വലിയൊരു അകപടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളാങ്ങൾ. മരിക്കേണ്ട കഷ്ടം കഴിഞ്ഞു പടച്ചോൻ കാത്ത് കിടക്കുന്നുണ്ട്. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഈ കിടക്ക രേഖ എന്നല്ല, നിങ്ങളെ കുടുംബാദികൾക്ക് വേണ്ടി നിങ്ങൾ വളരെ സഹായിച്ചിട്ടുണ്ട്. കുടുംബാദികൾക്ക് വേണ്ടിയിട്ടേ കുടുംബത്തിന് വേണ്ടി വളരെ സഹായികളും ഗുണങ്ങളും ചെയ്ത ആളാണ്. നിങ്ങൾക്ക് വിഷമം വന്ന നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളാരും സഹായിക്കാൻ ആളില്ല എന്നാണ് പറഞ്ഞത്. വിവാഹം ഇങ്ങോട്ട് 2 കല്യാണം നിങ്ങൾക്ക്, 2 വിവാഹം രേഖയിൽ കാണുന്നത്. ഒന്ന് നിങ്ങൾക്ക് സ്നേഹിച്ച് പിരിയേണ്ട പരം ഒന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്നേഹിച്ച് പിരിയ അല്ലെങ്കിൽ കെട്ടിപ്പിരേണ്ട പരം ഒന്ന് കഴിഞ്ഞു പോകണമെന്നാണ് പരം കിടക്കുന്നത്. ചെറുപ്പത്തിലേ ഇപ്പം നിങ്ങൾക്ക് വിചാരിച്ച വിവാഹമല്ല, വിചാരിക്കാത്ത കല്യാണം കൊണ്ടാണ് നന്നാവുക നിങ്ങൾ കേട്ടോ. എന്നാൽ ഭാര്യ വീട് കൊണ്ട് തെളിയേണ്ട ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഭാര്യ വീട്ടിൽ വലിയൊരു മുതൽ കെട്ടിക്കൊണ്ടൊന്നും ഇല്ല, തന്ന വീട്ടിലാണ് മാത്രമേ ഉള്ളൂ കേട്ടോ.
കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെ മുതലും ഇഷ്ടമില്ല. നിങ്ങൾ അധ്വാനത്തിൻ്റെ മുകളിൽ വരെ ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആരെ കാല് പിടിക്കാനും പോകില്ല. സ്വന്തം അധ്വാനം, സ്വന്തം നയിപ്പിൽ അന്നിട്ട് വരെ ജീവിച്ചിട്ടുള്ളൂ എന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ വാഹനം കൊണ്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ വാഹനം വെപ്പിക്കുക, വലിയ വാഹനം വാങ്ങുക. വാഹനത്തിൽ നഷ്ടം വരെ സംഭവിക്കേണ്ട ഫലം കഴിഞ്ഞ് പോയിട്ടുണ്ട് വാഹനങ്ങൾ കേട്ടോ. ഒരു കാര്യം വാഹനം കൊണ്ടൊക്കെ തെളിയേണ്ട ഭാഗ്യമുണ്ട്. ഇപ്പോൾ ഒരു വാഹനം എടുക്കണം ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഇപ്പോൾ വീടെടുക്കുന്നുണ്ട്. വാഹനങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ട്. നഷ്ടങ്ങളൊക്കെ സംഭവിച്ച് ഇപ്പം നിങ്ങൾക്ക് നല്ല പുതിയൊരു വീട്, പുതിയൊരു ഭവനങ്ങൾ, വീട് മാറ്റമൊക്കെ ഉണ്ട്. അടിപ്പര പൊളിപ്പിക്കുക, മേപ്പര ചൊപ്പിക്കുക, പഴയത് പുതിയതായിട്ട് മതി. വീട് നന്നാക്കേണ്ട ഫലമൊക്കെ. സന്താനം തോന്നുന്നില്ല. 5 മക്കൾക്ക് സ്ഥാനം, 5 കുറഞ്ഞ മക്കളെ കൊണ്ടൊക്കെ നന്നാവുക കേട്ടോ. കിടക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് എന്ത് കൊടുത്താലും കണ്ണും മുഖം തെളിക്കൂല. മൂത്തയിന് സന്താനം ഉണ്ടാ അതറിയാം. ഒരു കുട്ടിക്ക് എന്ത് കൊടുത്താൽ കണ്ണും മുഖം തെളിക്കൂലാണ് കിടക്കുന്നുണ്ട്. പിന്നെന്താ നിങ്ങളെ ഭാര്യക്ക് സൂത്രക്കാരിയാ. ഇവിടെ കണ്ടാ പാവളകിയാ പിടിച്ചാൽ കിട്ടൂല. നിങ്ങളെ മുഖത്തേക്ക് എപ്പോഴും കണ്ണുണ്ട് നിങ്ങളെ ഭാര്യയ്ക്ക്. നിങ്ങളെ ചെല്ലിട്ടേ നിങ്ങളെ മുഖത്തേക്ക് എപ്പോഴും കണ്ണാണ് നിങ്ങളെ ഭാര്യയ്ക്ക്. എപ്പോഴൊരു നോട്ടാ കേട്ടോ. നിങ്ങളെ പറ്റി സംശയങ്ങളാണ് നിങ്ങളെ ഭാര്യ. ഞാൻ അല്ലാത്ത പെണ്ണുണ്ടോ ഇവരെ പെണ്ണ് കൊണ്ടുവരിക. നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങളെ ഭാര്യ സ്നേഹം കൊണ്ട് നിങ്ങളെ കൂട്ട് പഠിപ്പിക്കും. ഇരുത്തി പഠിപ്പിക്കാനും ഉപദേശം തരാനും ഫസ്റ്റ് ആളാണ് നിങ്ങളെ ഭാര്യ കേട്ടോ. കിടക്ക് സ്നേഹമുള്ള ആളെ നിങ്ങളുടെ ഭാര്യ. ഒച്ചപ്പാടുണ്ടാക്കിയാലും സ്നേഹം ഉണ്ട് എന്ന് കിടക്കുന്നുണ്ട്. പടച്ച സഹായിക്കളെ കയ്യ ഉണ്ടാ. മുതലാളിയാണ് നിങ്ങൾ. പൈസക്കാരനാ മുതലാളിയാണ്. ചെറുപ്പം മരിച്ച നാടും വീടൊക്കെ വിട്ട് ജീവിച്ച ആളാണ് നിങ്ങൾ കേട്ടോ. ഇനി യാത്ര കൊണ്ടൊക്കെ ഇഞ്ചി വിജയിക്കും. പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ യാത്ര ഉണ്ടല്ലോ നിങ്ങൾക്ക്. അന്യനാട് യാത്ര പോട്ട വിധി നിങ്ങൾക്ക് ഉണ്ട്. ഇനി യാത്ര ഉണ്ട്. മെച്ചപ്പെടും. പടച്ചോ നന്നാക്കും. വയ്ക്കൂല. എവിടെ ഇപ്പോൾ ഒരു വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് നല്ലൊരു ജീവിതം, നല്ലൊരു ലക്ഷം കൊണ്ട് കാഴ്ച വെക്കും നിങ്ങൾ. അത് പരാജയപ്പെട്ടൊന്നുമില്ല. പടച്ചവൻ്റെ സഹായം ഉണ്ട് കേട്ടോ. ഈ തത്തപ്പല്ല തത്ത ഇല്ല അപ്പളേ. ഇപ്പം തത്തമ്മ ഇല്ല. നിങ്ങൾ എടുത്തിട്ട് തത്തനും തരാനും. തത്തനെ നമ്മൾ കൊടുന്ന തത്ത ശരിയാവോ? ഓ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഉണ്ടാവും. നിങ്ങൾ തത്ത ഉണ്ടാവും. ഏത് ഇതൊക്കെ ഞങ്ങൾക്ക് പാരമ്പര്യ തൊഴിലാണ്. ഇതിലെന്താ കുറെ കാലിയല്ല കാര്യ ഞങ്ങള് മരം കുറത്തിയാളാണ്. ഇനിയുള്ള മക്കളൊന്നും ഇത് പഠിക്കൂല. നിങ്ങളെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ അങ്ങനെ അച്ഛന് അമ്മ അവരല്ല ഞങ്ങളിങ്ങനെ ഒരു തൊഴില് അങ്ങനെ പഠിച്ചതാണ്. ഒരു വരാണിത്. ഒരു പാത്തുമിവി തന്ന വരം. പണ്ട് കേട്ടില്ല ഞങ്ങള്. ഒരു പാട്ട് ഇന്നലെ അതില് പണ്ട് പുരാണ കാറ്റൊക്കെ ഉള്ള ഒരു തൊഴിലാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളിത് പഠിച്ച് ഇനിയുള്ള മക്കളൊന്നും ഇത് പഠിക്കൂല. ഇനി അവർക്കെല്ലാം പഠിപ്പ്, വിദ്യ, ജോലി അങ്ങനെയൊക്കെ. അത് അവരിത് ചെയ്യൂല. അങ്ങനെ ഇപ്പൊ കൈ നോക്കുന്നവരങ്ങനെ ഇല്ല. പ്രായമുള്ളവരൊന്നും. അപ്പൊ അതാണ് കഥ അല്ലേ. നിങ്ങളെ വീട് എവിടെയാണ്?